കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കിലുമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച പരിഹരിച്ച് 20 സീറ്റും സ്വന്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഇടതുപക്ഷം മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേവലം 1 സീറ്റ് കൊണ്ട് LDFന് തൃപ്തിയണയേണ്ടി വന്നു. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായ കണക്കുകൂട്ടലിലൂടെയാണ് LDF നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയത്തിന്റെ പ്രതീക്ഷയിലാണ് UDF. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19ലും വിജയം നേടിയാണ് UDF സ്ഥാനാർത്ഥികൾ ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്തവണ 20 സീറ്റും നേടുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് UDF മത്സര കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പോരാടുമ്പോൾ അന്തിമ വിജയം ആർക്കെന്ന് കണ്ടറിയണം. എന്നാൽ വിജയ സാധ്യതകളെ സൂചിപ്പിക്കുന്ന അഭിപ്രായ സർവേകളിലൂടെയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണികളും ജനങ്ങളും ജയപരാജയങ്ങളെ വിലയിരുത്തുന്നത്. മാതൃഭൂമിയുടെ PMark സർവേ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വയനാട്, ചാലക്കുടി, കോട്ടയം, മാവേലിക്കര, ആറ്റിങ്ങൽ, തൃശൂർ എന്നീ മണ്ഡലങ്ങളുടെ അഭിപ്രായ സർവേ ഫലമാണ് വന്നിരിക്കുന്നത്. ഈ 6 മണ്ഡലങ്ങളുടെ അഭിപ്രായ സർവേയിൽ UDFനാണ് വിജയമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചാണ് മാതൃഭൂമി ന്യൂസ് PMark 2ാം ഘട്ട അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുന്നത്. തൃശൂരിൽ K മുരളീധരൻ 34% വോട്ടുകൾ നേടുമെന്നാണ് പ്രവചനം. ആദ്യഘട്ട സർവേയിൽ ഒന്നാമതായിരുന്ന VS സുനിൽകുമാർ 32%വുമായി രണ്ടാമതാണിപ്പോൾ. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 31% വോട്ട് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. ഇതോടെ തൃശൂരിൽ ത്രികോണ മത്സരം ഉറപ്പിച്ചിരിക്കുകയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് 41% വോട്ട് പ്രവചിക്കുമ്പോൾ 40% വോട്ടുകളുമായി CA അരുൺകുമാർ തൊട്ടു പിന്നിലുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് 34% വോട്ട് പ്രവചിക്കുമ്പോൾ 33% വോട്ടുകളുമായി V ജോയിയും 29% വോട്ടുകളുമായി V മുരളീധരനും തൊട്ടു പിന്നിലുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് 60% വോട്ടാണ് സർവേ പ്രവചിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടി പതറുമെന്നാണ് സർവേ പ്രവചനം. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനാണ് വിജയ സാധ്യത. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ വയനാട്ടിൽ രാഹുലിന് അതിഗംഭീര വിജയമുണ്ടാകുമെന്നാണ് സർവേ പ്രവചനം. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ശതമാനം BJPക്ക് മിക്ക മണ്ഡലങ്ങളിലും കൂട്ടാനായിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. അഭിപ്രായ സർവേ ഫലങ്ങളുടെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും.